സൂം ഡിസ്നി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നേവിയസ് ടെമ്പോ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വന്ന മൂന്നാമത്തെ കപ്പൽ. ഫീഡർ ഷിപ്പാണ്. കൊളംബോയിൽ നിന്നാണ് വന്നത്. പോകുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള എന്നൂർ പോർട്ടിലേക്കാണ്. അപ്പോൾ നേവിയസ് ടെമ്പോയുടെ അടിപൊളി കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കുമല്ലോ. നേവിയസ് ടെമ്പോ കയറ്റാനുള്ള കണ്ടെയ്നറുകൾ കയറ്റിയ ശേഷം യാത്ര പുറപ്പെടാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതേ സമയം മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവരുടെ ബോട്ടുകൾ കടലിൽ ഉയർന്നു താഴുന്നത് കാണാം. ആഴിമല ക്ഷേത്രത്തിനടുത്തു നിന്നുള്ള ദൃശ്യം. ശ്രദ്ധിക്കുക, പുലിമുട്ടിനുള്ളിൽ കടൽ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ കപ്പലും വളരെ സ്റ്റേബിളാണ്. ഇതുപോലെ സ്റ്റേബിളായി ടെർമിനലിലെ ബെർത്തിൽ സുരക്ഷിതമായി മൂറിംഗ് നടത്തി ലോഡ് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതിനാണ് പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടർ പോർട്ടുകൾ നിർമ്മിക്കുന്നത്. അത് ഏതുതരം തുറമുഖമായാലും ഇങ്ങനെ പുലിമുട്ട് നിർമ്മിച്ച് സുരക്ഷിതമാക്കും. പിന്നെ കൊടുങ്കാറ്റിനെയും സൈക്ലോണിനെയും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ പേടിച്ചാൽ മതി. അങ്ങനെയുള്ള അവസരങ്ങളിൽ കപ്പലുകളെ പോർട്ടുകളിൽ നിന്നും പുറംകടലിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. ഇല്ലെങ്കിൽ കപ്പൽ ആടി ഉലഞ്ഞ് കപ്പലിനും പോർട്ടിലെ ബെർത്തിനും നാശനഷ്ടം സംഭവിക്കും. കപ്പൽ പുലിമുട്ടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴുള്ള രംഗങ്ങൾ ശ്രദ്ധിക്കുക. ഡോൾഫിൻ 28 എന്ന ടഗ് കൂടെയുണ്ട്. അപ്പുറത്തെ സൈഡിലും ടഗ് കാണും. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. കടൽ പ്രക്ഷുബ്ധവുമാണ്. ശക്തിയേറിയ തിരമാലകളാണ്. ഒരു ഫിഷിംഗ് ബോട്ട് കപ്പൽ ചാലിന് വെളിയിലൂടെ പോകുന്നു. ആ ഫിഷിംഗ് ബോട്ട് ഉയർന്നു താഴുന്നത് കാണുമ്പോൾ തന്നെ കടൽ എത്ര പ്രക്ഷുബ്ധമാണെന്ന് അറിയാം. പുലിമുട്ടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും നേവിയസ് ടെമ്പോ പുറത്തേക്ക് വരുന്നു. കണ്ടോ, നേവിയസ് ടെമ്പോ ഉയർന്നു താഴാൻ തുടങ്ങിയത്. ഈ ദൃശ്യങ്ങളിൽ നിന്നും പുലിമുട്ടിന്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. കപ്പലിൻ്റെ ബ്രിഡ്ജ്. ചെറിയ കപ്പൽ ആയതുകൊണ്ട് ബ്രിഡ്ജും ചെറുതാണ്. കപ്പലിന് അറ്റകുറ്റപ്പണികൾക്കുള്ള സമയം ആയി എന്ന് തോന്നുന്നു. ബ്രിഡ്ജിൻ്റെ പെയിൻറ്റിങ്ങിൽ കുറച്ച് നിറവ്യത്യാസം കാണാം.
മൂറിംഗ് നടത്തുമ്പോൾ കപ്പലിൻ്റെ പിന്നിലെ വടം ബെർത്തുമായി ടൈറ്റ് ആക്കുന്ന മോട്ടോറുകൾ കപ്പലിൻ്റെ ഈ ഭാഗത്ത് പിറകിലായിയാണ് സ്ഥിതി ചെയ്യുന്നത്. ടഗ് തിരികെ പോകുന്നു. ആദ്യം വന്ന കപ്പലുകളൊക്കെ കപ്പൽച്ചാലിൻ്റെ വെളിയിൽ എത്തുന്നതുവരെ ടഗുകൾ കൂടെ പോകുമായിരുന്നു. ഇപ്പോൾ അത് മാറി. രണ്ട് ടഗുകളുണ്ട്. കപ്പലിൽ ഏറ്റവും മുന്നിലിരിക്കുന്ന കണ്ടെയ്നറുകളെയും അതിൻ്റെ തൊട്ടു പിന്നിലിരിക്കുന്ന കണ്ടെയ്നറുകളെയും കണ്ടോ? ഫ്രണ്ടിൽ ഇരിക്കുന്നത് 40 ഫീറ്റ് നീളമുള്ളവയും പിന്നിലിരിക്കുന്നത് 20 ഫീറ്റ് നീളമുള്ളവയുമാണ്. പിന്നിലിരിക്കുന്ന 20 ഫീറ്റിൻ്റെ ഒരു കണ്ടെയ്നറിൻ്റെ സൈസാണ് 1 TEU. അപ്പോൾ മുന്നിലിരിക്കുന്ന 40 ഫീറ്റിൻ്റെ ഒരു കണ്ടെയ്നർ എന്നാൽ 2 TEU ആണ്. കപ്പൽ ഉയർന്നു താഴുമ്പോഴൊന്നും കപ്പലിൻ്റെ ബുൾബോസ് കടൽ വെള്ളത്തിന് ഉപരിതലത്തിലേക്ക് വരുന്നില്ല. അതിനർത്ഥം കപ്പലിൽ നല്ല ലോഡ് ഉണ്ട് എന്നാണ്. അതുപോലെ ബുൾബോസിൻ്റെ നീളം 7.895 മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 40 ഫീറ്റിൻ്റെയും 20 ഫീറ്റിൻ്റെയും കണ്ടെയ്നറുകൾ. കപ്പലിൻ്റെ ഈ പുറകുഭാഗത്തിന് സ്റ്റേൺ എന്നാണ് പറയുന്നത്, മുൻഭാഗത്തെ ബോ എന്നും. ഈ സ്റ്റേണിന് അടിയിൽ വെള്ളത്തിൽ എപ്പോഴും സബ്മർജ് ചെയ്ത് നിൽക്കുന്ന വിധത്തിലാണ് കപ്പലിൻ്റെ പ്രൊപ്പല്ലറുകൾ. ബ്രിഡ്ജിന്റെ സൈഡിൽ നിന്നുള്ള ദൃശ്യം. ഒൻപത് നിലകളുണ്ട്. 9ാമത്തെ നിലയിൽ ഗ്ലാസ് ഇട്ട ക്യാബിനിൽ ഇരുന്നാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്. ലൈഫ് ബോട്ട്. കടലിലെ ഓളങ്ങളെ ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റി നേവിയസ് ടെമ്പോ മുന്നേറുകയാണ്. കപ്പലിൻ്റെ ചുവന്ന പെയിന്റിന് താഴെ മഞ്ഞ പെയിന്റ് കണ്ടോ? മഞ്ഞ പെയിന്റ് കടൽ വെള്ളത്തിൽ മുങ്ങുന്നത് വരെ മാത്രമേ കപ്പലിൽ ലോഡ് കയറ്റാവൂ. അതാണ് സേഫ്. കപ്പലിൻ്റെ മാക്സിമം കപ്പാസിറ്റി അതാണ്. അതിൻ്റെ മാർക്കിംഗ് ആണ് അത്. ഈ ദൃശ്യത്തിന് ഒരു പ്രത്യേക വൈബുണ്ട്. തിരമാലകളുടെ ശക്തി കണ്ടോ? നേവിയസ് ടെമ്പോയും ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപ്പലാണ്. നേവിയസ് ടെമ്പോ മൺറോവിയ. മൺറോവിയ ലൈബീരിയയുടെ ക്യാപിറ്റലാണ്. ഫുൾ കപ്പാസിറ്റിയിൽ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്തിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്നും തമിഴ്നാട്ടിലെ എന്നൂർ പോർട്ടിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ നേവിയസ് ടെമ്പോ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട പോർട്ട് കഴിഞ്ഞ് കടന്നുപോയിരിക്കുകയാണ്. അതായത് ശ്രീലങ്കയെ ചുറ്റി വേണം ഇന്ത്യയിലെ വിഴിഞ്ഞത്ത് നിന്നും ഇന്ത്യയിലെ തന്നെ ചെന്നൈക്കടുത്തുള്ള എന്നൂർ പോർട്ടിലേക്ക് എത്താൻ. ഇങ്ങനെ ചുറ്റുന്നതിന് കാരണം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ ആഴം തീരെ കുറവാണ് എന്നതാണ്. മാത്രമല്ല ഇതിനിടയിലാണ് പ്രശസ്തമായ രാമസേതു എന്ന പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള മണൽത്തിട്ട സ്ഥിതി ചെയ്യുന്നത്. നേവിയസ് ടെമ്പോ തിരിഞ്ഞു തുടങ്ങി. അതായത് മനോവറിംഗ്. കപ്പൽ കടലിലെ ഓളങ്ങളിൽ ആടിയുലഞ്ഞ് തിരിയുന്നത് കാണാൻ നല്ല രസമാണ്.
കപ്പലിൻ്റെ പ്രൊപ്പല്ലറുകൾ കടൽ വെള്ളം ശക്തിയായി പിന്നിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ദൃശ്യം. വളരെ വേഗം തിരിയുന്നത് കാണാൻ നല്ല രസം. അടിപൊളി. പ്രൊപ്പല്ലറുകൾ കടൽ വെള്ളത്തെ പിന്നിലേക്ക് തള്ളിവിടുന്നത് കണ്ടോ? കപ്പലിന്റെ സ്റ്റേൺ ഭാഗം താഴുന്നത് കണ്ടോ? ബോ ഉയരുന്നു. അങ്ങനെ ആടി ഉലഞ്ഞ് ഉയർന്ന് താഴ്ന്ന് പുറംകടലിലേക്ക് പോവുകയാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ വന്ന കണ്ടെയ്നർ ഷിപ്പുകളെല്ലാം കൊളംബോ പോർട്ട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയാണ്. ഇതിൽ സാൻ ഫെർണാണ്ടോ കൊളംബോയിൽ നിന്നും ലോകത്തെ പല ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഇവിടെ വന്നുപോയ മാരിൻ അസൂർ, നാവിയസ് ടെമ്പോ, പിന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സീസ്പാൻ സാൻഡോസ് എന്നീ ഫീഡർ ഷിപ്പുകളെല്ലാം കൊളംബോയിൽ നിന്നും ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് സർവീസ് നടത്തുന്നവയാണ്. ഇനിയും ഒരുപാട് കപ്പലുകൾ കൊളംബോയ്ക്കും ഇന്ത്യൻ തുറമുഖങ്ങൾക്കുമിടയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ മാരിൻ അസൂർ കൊളംബോയിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് വന്ന് ഇവിടെ നിന്നും ഗുജറാത്തിലെ മുൻഡ്ര തുറമുഖത്തേക്കാണ് പോയത്. അതുപോലെ നേവിയസ് ടെമ്പോ കൊളംബോയിൽ നിന്നും വന്ന് തിരികെ കൊളംബോയ്ക്ക് അടുത്തുകൂടെ തമിഴ്നാട്ടിലെ എന്നൂർ തുറമുഖത്തേക്ക് പോകും. സീസ്പാൻ സാൻഡോസ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് വന്ന ശേഷം കൊളംബോയിൽ നിന്നും എന്നൂർ പോർട്ടിലേക്ക് പോയി തിരികെ കൊളംബോ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ കപ്പലുകളും പിന്നെ മറ്റനേകം ഫീഡർ ഷിപ്പുകളും കൊളംബോയിൽ വരുന്ന ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നവയാണ്. ഇവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രസക്തി. ഈ കണ്ടെയ്നറുകൾ കൊളംബോയ്ക്ക് പകരം വിഴിഞ്ഞത്തേക്ക് വന്നാലോ? രാജ്യത്തിന് ഇതിലൂടെ ഉണ്ടാകുന്ന ലാഭം. അപ്പോൾ കൊളംബോ തുറമുഖത്തെ ഒഴിവാക്കി മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് വരും. MSC അന്ന എന്ന വമ്പൻ മദർഷിപ്പ് കഴിഞ്ഞ ആഴ്ച കൊളംബോ പോർട്ടിലുണ്ടായിരുന്നു. 399.98 മീറ്റർ നീളവും 58.6 മീറ്റർ വീതിയുമുള്ള ഒരു വമ്പൻ മദർഷിപ്പാണ് MSC അന്ന. ഇപ്പോൾ കൊളംബോയിൽ നിന്നും ചൈനയിലുള്ള ക്വിൻഗ്ഡാവോ തുറമുഖത്തേക്ക് പോകുന്നു. ഏതായാലും നേവിയസ് ടെമ്പോയെ ഇടയ്ക്കിടെ വീണ്ടും വരണമെന്നും ശുഭയാത്രയും നേർന്നുകൊണ്ട് യാത്രയാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറക്കാതെ ചാനൽ സന്ദർശിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ മടങ്ങി വരും വരെ ഗുഡ് ബൈ.